നമസ്കാരം. നാളെയാണ് ഹരിശയന ഏകാദശി. 2026 ജൂലൈ മാസം 25 ശനിയാഴ്ചയാണ് ഈ വർഷത്തെ ഹരിശയന ഏകാദശി അഥവാ ദേവശയനി ഏകാദശി നമ്മൾ ആചരിക്കുന്നത്. ഏകാദശികളിൽ വളരെ വിശിഷ്ടമായ ഏകാദശിയാണ് ഹരിശയന ഏകാദശി. ആഷാഢ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ്. അതുപോലെ തന്നെ നാളെ മുതലാണ്, അതായത് ഹരിശയന ഏകാദശി മുതലാണ് ചാതുർമാസത്തിന്റെ തുടക്കം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിശേഷത്തോടു കൂടി നമ്മൾ കാണുന്ന ഒരു ഏകാദശിയാണ് ഹരിശയന ഏകാദശി. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പറയുന്ന ഏകാദശി നാള് മുതൽ പിന്നീടുള്ള 4 മാസത്തേക്ക് ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോവാണ്, ശയനത്തിലേക്ക് പോവാണ്. എന്താണ് യോഗനിദ്ര? നമ്മളൊക്കെ ഉറങ്ങുന്ന പോലെ ഗാഠമായിട്ടുള്ള നിദ്രയല്ല ഭഗവാന്റേത്. യോഗനിദ്ര എന്ന് വെച്ചാൽ അവയർനെസ്സോട് കൂടിയുള്ള ഒരു അവസ്ഥ, യോഗാവസ്ഥ. അതായത് പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട്, അതിലൊക്കെ തന്നെ ഭഗവാന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഭഗവാൻ നിദ്രയിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് യോഗനിദ്ര എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയം ഭൂമിയിൽ വ്രത അനുഷ്ഠാനങ്ങൾക്കും മന്ത്രജപത്തിനും ഒക്കെ തന്നെ വളരെയധികം പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സകല പാപങ്ങളും കഴുകി കളയുന്ന ഒരു സമയം എന്ന് പറയാം. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കർമ്മദോഷങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ തന്നെ ശുദ്ധീകരിക്കാനുള്ള ഒരു സമയമായിട്ടാണ് ഈ ഒരു ചാതുർമാസവും അതുപോലെ തന്നെ ഹരിശയന ഏകാദശിയൊക്കെ കാണുന്നത്. ഇതിൽ പറയാറുണ്ട്, ക്ഷണമാത്രയിൽ നമ്മുടെ പാപം മാറിക്കിട്ടുമെന്നാണ് ഈ ഒരു ഏകാദശി അനുഷ്ഠിച്ചാലുള്ള ഫലം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ടതായിട്ട് നമ്മൾ ഈ ഒരു സമയത്തിനെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നാളെ ശനിയാഴ്ചയാണ് ഏകാദശി. ഏകാദശി അനുഷ്ഠിക്കാൻ സാധിക്കുന്നവരൊക്കെ തന്നെ അത് ചെയ്യുക. ഉപവാസം സാധിക്കുന്നവർ അത് ചെയ്യുക. ആരോഗ്യം അനുസരിച്ച്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നമ്മൾക്ക് പറ്റുന്നത് എത്രയാണോ ആ രീതിയിൽ നമ്മൾ ഉപവസിക്കുക, മന്ത്രം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പാരണ വീട്ടേണ്ട സമയം പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ 6:14 8:41 ഇടയിലുള്ള സമയമാണ്. ഇത് പല ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ചില സമയത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. 6:15 ശേഷം 8:40 ഇടയിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പാരണ വീട്ടി ഏകാദശി വ്രതം അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവർക്കും ഹരിശയന ഏകാദശി അഥവാ ദേവശയന ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.